بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر إلى الذين يجادلون في آيات الله أنى يصرفون الذين كذبوا بالكتاب وبما أرسلنا به رسلنا فسوف يعلمون إذ الأغلال في أعناقهم والسلاسل يسحبون في الحميم ثم في النار يسجرون ثم قيل لهم أين ما كنتم تشركون من دون الله قالوا ضلوا عنا بل لم نكن ندعو من قبل شيئا كذلك يضل الله الكافرين. ബഹുമാനപ്പെട്ട സത്യവിശ്വാസി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. നമ്മൾ ഈ ഒരു സമയത്ത് വെള്ളിയാഴ്ച ഈ ഒരു നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഈ ഒരു സമയത്ത് നമ്മളിവിടെ ഒരുമിച്ച് കൂടി എന്നുള്ളത് തന്നെ അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു പുണ്യപ്രവൃത്തി ആയിരിക്കും ഇൻഷാ അല്ലാഹ്. അതിനുവേണ്ടി നമ്മൾ പരമാവധി ഈ ഒരു സമയത്ത് ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ആദ്യം തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് ഗാഫിറിലെ 67 ആയത്തുകളിലെ അല്ലെ 68 ആയത്തുകൾ 68 ആയത്തുകളായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. നമ്മള് 68ാമത്തെ ആയത്ത് മുതലാണ് ഇപ്പൊ നമ്മൾ ഓതിയിട്ടുള്ളത്. നമുക്ക് അവിടെ മുതൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. നമ്മള് അള്ളാഹു ഈ ഒരു സൂറത്തില് പറയുന്ന കുറെ വിഷയങ്ങളുണ്ട്. അതില് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞ വിഷയങ്ങളായിരുന്നു അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ അള്ളാഹു ഈ ഒരു ലോകത്തെ സൃഷ്ടിച്ചതും അതുപോലെ മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചതും ഒക്കെ കഴിഞ്ഞ ആയത്തുകളിൽ സൂചിപ്പിച്ചതായിരുന്നു. അതുപോലെ ഇനിയുള്ള വരുന്ന ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യത്തിലൂടെ നമ്മളോടൊരു ചോദ്യത്തിലൂടെ തുടങ്ങുകയാണ്. വല്ലാത്തൊരു ചോദ്യമാണ്. നമ്മളൊന്ന് അതിനെ ആഴത്തിൽ ഇരുത്തിയിട്ടൊന്ന് ചിന്തിച്ചാല് നമുക്ക് പോലും അറിയാതെ മനസ്സലിയുന്ന ഒരു ചോദ്യം. അള്ളാഹു ചോദിക്കാണ്, അലം തറ ഇലല്ലദീന യുജാദിലൂന ഫീ ആയാതില്ലാഹി അന്നാ യുസ്റഫൂൻ. അലം തറ, എന്താണ് അലം തറ എന്ന് പറഞ്ഞാല്? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതല്ലേ? അതെ. നിങ്ങൾ കാണുന്നില്ലേ, നീ കണ്ടില്ലേ, നിങ്ങൾ കാണുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കണം. അലം തറ, നമ്മൾ എന്തിനാണ് ഒരാളോട് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കണം, അല്ല ഈ കണ്ടില്ലേ, നീ കണ്ടില്ലേ, ആ ഒരു സംഭവം വല്ലാത്തൊരു സംഭവമായി പോയില്ലേ, നമ്മൾ പറയുമല്ലോ. ആ രൂപത്തിൽ അള്ളാഹു നമ്മളോട്, നബിയോടാണ് പറയുന്നത്. ഇന്നത് നമ്മളോട് ഡയറക്റ്റ് അള്ളാഹുവിന്റെ കലാമാണല്ലോ ഖുർആൻ. അള്ളാഹുവിന്റെ സംസാരം ആരോടാണ്?
നമ്മളായ മനുഷ്യരോടാണ് അള്ളാഹു ഇത് സംസാരിക്കുന്നത്. അള്ളാഹു നമ്മളോട് ചോദിക്കണം, അലം തറ, നീ കണ്ടില്ലേ, നീ കാണുന്നില്ലേ? അലം തറ ഇലല്ലദീന യുജാദിലൂന, ഇലല്ലദീന ഒരു കൂട്ടരെ നീ കാണുന്നില്ല. യുജാദിലൂന, എന്താ യുജാദിലൂന? യുജാദിലൂന എന്ന് പറഞ്ഞാൽ എന്താ? ജാദൽ യുജാദിലു എന്ന് പറഞ്ഞാല് തർക്കിക്കുന്ന, അല്ലെ? തർക്കിക്കുന്ന ഒരു കൂട്ടം ആളുകളെ നീ കാണുന്നില്ലേ? എന്നിട്ട് അള്ളാഹു പറയാണ്, എന്ത് വിഷയത്തിലാണ് തർക്കിക്കുന്നത്? ഫി ആയാത്തില്ല. ഏത് വിഷയത്തിലാണ് തർക്കിക്കുന്നത്? അവര് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിലാണ് എന്ത് ചെയ്യുന്നത്? അവര് തർക്കിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയണം, അന്നായുസ്റഫൂൻ, അവര് ആ ഒരു വിഷയത്തിൽ നിന്നും തെന്നി മാറിപ്പോകുന്നു, തെറ്റിപ്പോകുന്നു. അവരെന്ത് ചെയ്യുന്നു? ആ വിഷയത്തെ തിരിച്ചു വിട്ടുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കാനും ഇതിന്റെ ആശയങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടതുമായ ഒരു വിഷയമാണ് എന്നുള്ളതാണ്. നമുക്ക് അവസാനത്തിലേക്ക് വിശദീകരണം തരാം. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അല്ലദീന കദ്ദബു, അവരെന്താണ്? വ്യാജമാക്കിയ ആളുകളാണ്. അല്ലദീന കദ്ദബു, അവർ വ്യാജമാക്കിയ ആളുകളാണ്. ബിൽ കിതാബി, കിതാബ് വേദഗ്രന്ഥം, വേദഗ്രന്ഥത്തെ വ്യാജമാക്കിയ ആളുകളാണ് അവർ. വബിമാ, യാതൊന്നിനെയും അർസൽനാ ബിഹി, അള്ളാഹു അയച്ചത് എന്താണോ അതിനെയും കളവാക്കിയ, അല്ലദീന കദ്ദബു, വ്യാജമാക്കിയ ഒരു കൂട്ടം ആളുകളാണ് ഈ ആളുകൾ. റുസുലന, അള്ളാഹുവിന്റെ റസൂലുകളെ. ഫസൗഫ, എന്നാൽ അതിനാൽ വഴിയെ യഅലമൂൻ, അവർക്ക് അറിയാൻ സാധിക്കും, അവർ അറിയും എന്നുള്ളതാണ്. അടുത്ത ആയത്തില് നിങ്ങൾ എഴുതി വെക്കലുണ്ടോ? നോട്ട് ചെയ്യലുണ്ടോ? ഓക്കെ. അടുത്ത ആയത്തിൽ ഇതിൽ അകലാലും, ആമങ്ങൾ ആകുമ്പോൾ, ആമങ്ങൾ വെക്കുമ്പോൾ, ആമം എന്ന് പറഞ്ഞാല് വിലങ്ങുകൾ, അകലാല് വിലങ്ങുകൾ വെക്കുന്ന സമയം. ഫി ആനാഖിഹിം, ആനാഖ് എന്ന് പറഞ്ഞാല് കഴുത്താണ്. നമ്മളെ കഴുത്തിൽ ആമം വെക്കുന്ന ആ ഒരു സമയത്ത് അവർക്ക് അറിയുന്നതാണ്. വസ്സലാസിലു, അതുപോലെ തന്നെ സലാസിൽ എന്ന് പറഞ്ഞാല് ചങ്ങലകളാണ്. ചങ്ങലകളെ കൊണ്ട് കെട്ടുന്ന ഒരു സമയം വരും. യുസ്ഹബൂൻ, അവർ വലിച്ചിഴക്കപ്പെടുന്ന ഒരു സന്ദർഭം വരുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യും? ഈ ഒരു വിഷയത്തെ കുറിച്ച് മനസ്സിലാവും, അവർക്കറിയും എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് പറയാണ് ഫിൽ ഹമീമി, ഹമീം എന്ന് പറഞ്ഞാല് ചുട്ട് തിളക്കുന്ന വെള്ളമാണ്, ചുട്ട് തിളക്കുന്ന വെള്ളം. ഫിൽ ഹമീമി, എന്ത് ചെയ്യും? ഫിൽ ഹമീമി, ചുട്ട് തിളക്കുന്ന വെള്ളത്തിൽ. സുമ്മ ഫിന്നാരി, പിന്നെ നരകത്തിൽ, അഗ്നിയിൽ. യുസ്ജറൂൻ, അവരെ ഇട്ടിട്ട് കത്തിക്കപ്പെടും. സുമ്മ, പിന്നെ ഖീല ലഹും, അവരോട് പറയപ്പെടും, ലഹും അവരോട്, ഐന, നിങ്ങൾ എവിടെയാണ്? മാ കുന്തും, നിങ്ങളായിരുന്ന, തുഷ്രിക്കൂ, നിങ്ങൾ പങ്കു ചേർത്തിരുന്ന, നിങ്ങൾ ദുനിയാവില് എനിക്ക് പുറമെ, അള്ളാഹുവിന് പുറമെ പ്രാർത്ഥിച്ചിരുന്ന, ആരാധിച്ചിരുന്ന ആളുകളൊക്കെ എവിടെയാണ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യവും അവരോടുണ്ടായിരിക്കും ആ ഒരു സമയത്ത്. മിന്ദൂനില്ല, അള്ളാഹുവിന് പുറമെ. ഖാലു, ആ ഒരു സമയത്ത് അവര് പറയും, ബല്ലു അന്ന, അവർ ഞങ്ങളെ വിട്ടുപോയിട്ടുണ്ട്. ബല്ലു അന്ന, അവർ ഞങ്ങളെ വിട്ടുപോയിട്ടുണ്ട്. ബൽ, പക്ഷേ, ലം നകുൻ നദ്ഉ, ലം നകുൻ നദ്ഉ, ഞങ്ങൾ വിളിച്ചിരുന്നില്ല, പ്രാർത്ഥിച്ചിരുന്നില്ല. എന്നിട്ട് അവര് പഴയ ഒരു കാലഘട്ടത്തെ നിഷേധിച്ച് തള്ളാൻ ശ്രമിക്കുകയാണ്. അതായത് ആദ്യം അവര് പറയും എന്ത്? ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന ആളുകളൊക്കെ ഞങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. പിന്നെ അവർ ചെയ്ത ഒരു പ്രവൃത്തി അവരെന്ത് ചെയ്യും? നിഷേധിച്ച് തള്ളുന്ന ഒരു സമയം, അതും അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നുള്ളതാണ്. ബല്ലൻ നക്കുന്നതു, ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല. മിൻ ഖബിൽ ഷൈഅ, എന്ത്? ഇതിന്റെ മുമ്പുള്ള ജീവിതത്തിൽ നമ്മൾ മറ്റുള്ള ആളുകളെ ഒന്നും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് അവര് പറയുന്നുള്ളതാണ്. കദാലിക, അങ്ങനെയാണ്, അപ്രകാരമാണ്, യുദില്ലുല്ലാഹ്, അള്ളാഹു വഴിപിഴവിലാക്കുന്നത്, അൽ കാഫിരീൻ, കാഫിരീങ്ങളായ സത്യനിഷേധികളായ ആളുകളെ എന്നുള്ളതാണ്. 74 ആയത്തുകളാണ് നമ്മൾ ഇത് ഓതിയിട്ടുള്ളത്. നമുക്കൊന്ന് ഓതി നോക്കിയാലോ? ഓതി നോക്കാറില്ല കൂടെ, അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഖുർആൻ ഓപ്പൺ ആണോ? ഓപ്പൺ ആണ്. 69 ആയത്ത് മുതൽ കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
بسم الله الرحمن الرحيم. ألم تر إلى الذين يجادلون في آيات الله أنى يصرفون. الذين كذبوا بالكتاب وبما أرسلنا به رسلنا الذين كذبوا بالكتاب وبما أرسلنا به رسلنا فسوف يعلمون. إذ الأغلال في أعناقهم والسلاسل يسحبون. إذ الأغلال في أعناقهم والسلاسل يسحبون. في الحميم ثم في النار يسجرون. في الحميم ثم في النار يسجرون. ثم قيل لهم أين ما كنتم تشركون. ثم قيل لهم أين ما كنتم تشركون. من دون الله قالوا ضلوا عنا بل لم نكن ندعو من قبل شيئا. قالوا ضلوا عنا بل لم نكن ندعو من قبل شيئا. كذلك يضل الله الكافرين. ഒരു പ്രാവശ്യം കൂടെ നോക്കട്ടോ. നമ്മള് അവസാനം വന്ന ആളുകളോട് നമ്മൾ സൂറത്ത് ഗാഫിർ അല്ലെങ്കിൽ സൂറത്തുൽ മുഅ്മിനിലെ 40-ാം അധ്യായം സൂറത്തുൽ മുഅ്മിൻ 69 മുതലാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് കേട്ടോ. ഇന്ന് തുറന്നു വെച്ചാൽ നിങ്ങൾക്കും കൂടെ നോക്കാം. ഒരു പ്രാവശ്യം കൂടെ നോക്കാം.
ألم تر إلى الذين يجادلون في آيات الله أنى يصرفون الذين كذبوا بالكتاب وبما أرسلنا به رسلنا فسوف يعلمون إذ الأغلال في أعناقهم والسلاسل يسحبون إذ الأغلال في أعناقهم والسلاسل يسحبون في الحميم ثم في النار يسجرون ثم قيل لهم أين ما كنتم تشركون من دون الله قالوا ضلوا عنا بل لم نكن ندعو من قبل شيئا كذلك يضل الله الكافرين. ഓക്കെ, നമ്മള് ഒന്ന് ഓതി നോക്കുന്ന സമയത്ത് അർത്ഥങ്ങളും കൂടെ ഇങ്ങനെ ആലോചിച്ച് നോക്കുക. ഈ ഒരു സൂറത്ത് നമ്മൾ ഏകദേശം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഈ പഠിച്ചു കഴിയുമ്പോൾ വെച്ചെന്ന് വെച്ചാല് നമ്മൾ അതിന്റെ അർത്ഥം നമ്മൾ ഓതുന്ന സമയത്തും കേൾക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി അതിനോട് അർത്ഥം കൂടെ നമ്മളൊരു ഭാഗമാക്കി കൊണ്ടുപോകാൻ നമ്മൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു വിഷയം. നമ്മള് 69-ാമത്തെ ആയത്തിലും 70-ാമത്തെ ആയത്തിലും പറയുന്നത് അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങൾ ഇറങ്ങിയത് എല്ലാവരും അതെന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, സത്യമാണ് എന്ന് അവരറിയുന്നുണ്ട്. പക്ഷെ അവരാ സത്യത്തെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അല്ലെ, അബൂജഹലിന്റെ ഒരു ചരിത്രമുണ്ട്. അബൂജഹലിന് സത്യം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അബൂജഹല് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബദ്ർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് അബൂജഹൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളായിരുന്നു. പക്ഷെ അതിന്റെ ഇടയില് അള്ളാഹുവിന് പുറമെയുള്ള ആളുകളെയും അവർ പ്രാർത്ഥിക്കുമായിരുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം ഖുർആൻ അവരുടെ മുമ്പിൽ ഇറങ്ങിയത് അവർക്കറിയാമായിരുന്നു. ഖുർആനാണ്, ഇത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിന്റെ ഗ്രന്ഥമല്ല എന്ന് അവർക്കറിയുമായിരുന്നിട്ടും അന്നത്തെ ഖുറൈശികളായ അല്ലെങ്കിൽ സത്യനിഷേധികളായ ആളുകള് ചെയ്തിരുന്നത് അതിനെ നിഷേധിക്കുകയും അതിനെ തള്ളിക്കളയുകയും അഹങ്കാരത്തോടു കൂടി പുറം തിരിഞ്ഞു നിൽക്കുകയും ചെയ്തവരായിരുന്നു എന്നുള്ളതാണ്. അതാണ് അള്ളാഹു പ്രവാചകനോട് പറയുന്നത്. അലം തറ, നീ കാണുന്നില്ലേ ഇലല്ലദീന യുജാദിലൂന ഫീ ആയാത്തില്ല, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളില് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ നീ കാണുന്നില്ലേ? അബൂജഹൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാണ്, അള്ളാഹുവെ ഈ ഒരു യുദ്ധം
ഞങ്ങളെ നീ വിജയിപ്പിക്കണം. എങ്ങനെയാണ് എങ്കിൽ ഞങ്ങളുടെ പക്ഷത്താണ് സത്യം എന്നുണ്ട് എങ്കിൽ ഞങ്ങളെ നീ വിജയിപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അബൂജഹൽ അള്ളാഹുവിനോട് കഅബയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അല്ലെ? അത് വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. അതുപോലെ അബൂജഹലിനെ പോലെയുള്ള ധാരാളക്കണക്കിന് സത്യനിഷേധികളായ ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ അറിയാം എന്ത് ഇതാണ് സത്യമെന്ന്, ഇതാണ് യാഥാർത്ഥ്യം. എന്നാലും അവരുടെ ഉള്ളിലെ അഹങ്കാരം, അല്ലെങ്കിൽ അവരുടെ ഉപ്പയും വല്യുപ്പമാരും അവരുടെ ഉപ്പമാരും ജീവിച്ചു പോന്നത് അത് അങ്ങനെയാണ്, അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ എന്നുള്ള ഒരു അഹംഭാവം. അതായത് ഞാൻ അതിൽ നിന്ന് മാറുന്നില്ല, ഞാനും അവരുടെ രൂപത്തിൽ തന്നെ ജീവിച്ച് മരിച്ചു പോകും. അതിൽ നിന്ന് മാറിപ്പോയാല് ഞാൻ മതം മാറിയ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലേക്ക് മാറിയ, ഞങ്ങളുടെ തറവാടിത്തത്തിൽ നിന്ന് മാറിയ ഒരാളായി പോകുമോ എന്നുള്ള ഒരു ചിന്ത, അത്തരത്തിലുള്ള പല ചിന്തകളായിരുന്നു അബൂജഹലിനെയും അതുപോലെയുള്ള ആളുകളെയും ഖുറൈശികളിൽ സത്യനിഷേധികളായി തുടർന്നു കൊണ്ടുപോയത് എന്നുള്ളതാണ്. അതാണ് അള്ളാഹു ചോദിക്കുന്നത്, നീ കാണുന്നില്ലേ എന്നുള്ളത്. അതുപോലെ നമ്മുടെ മുമ്പുള്ള പ്രവാചകന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഫിർഔനിന്റെ അടുക്കലേക്ക് മൂസ നബി അലൈഹിസ്സലാം ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ മുഅ്ജിസത്തുകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഫിർഔന് മനസ്സിലാകും യാഥാർത്ഥ്യമാണെന്നുള്ളത്, മനസ്സിലാവാത്തോണ്ടല്ലോ, ഇതൊരു സത്യമാണ് എന്നുള്ളത്. പാമ്പിടുമ്പോ അവർ സിഹിർ ചെയ്യുന്ന, മായാജാലം ചെയ്യുന്ന ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ഫിർഔനിന്റെ ആളുകള് അവരും ഇതുപോലെ മായാജാലം ചെയ്യുന്ന സമയത്ത് മൂസ നബി അലൈഹി സ്വലാമയുടെ പാമ്പ് വീഴുന്നതോടുകൂടി ഏത് ബുദ്ധി ചെറിയ രൂപത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാകും ഇതെന്തല്ല, ഇതൊരു മായാജാല, സിഹറല്ല എന്ന് അവർക്ക് മനസ്സിലാകും. അതുപോലെ ഫിർഔനും മനസ്സിലാകാനിട്ടല്ലായിരുന്നു ഫിർഔൻ എന്ത് ചെയ്യാതിരുന്നത്, വിശ്വസിക്കാതിരുന്നത്. പുറംതിരിഞ്ഞ് അഹങ്കാരത്തോടു കൂടി അള്ളാഹു ഇറക്കിയ ഒരു കാര്യത്തെ, ഒരു ആയാത്തിനെ, ഒരു ദൃഷ്ടാന്തത്തെ അവരെന്ത് ചെയ്യായിരുന്നു, അവരെ തള്ളിക്കളയായിരുന്നു, പാടെ ഒഴിവാക്കായിരുന്നു ചെയ്തിരുന്നത്. അതിന് വിശ്വസിക്കാൻ പോലും അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. ഫിർഔന്റെ മുമ്പില് മറ്റു പല ദൃഷ്ടാന്തങ്ങളും മൂസ നബി അലൈഹി സ്വലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. കയ്യിലിങ്ങനെ വെളിച്ചം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ വെളിച്ചം കാണുമ്പം ഒരാൾക്കും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം മൂസ നബി അലൈഹി സ്വലാം ചെയ്ത് ഇതൊരു മുഅ്ജിസത്താണ് എന്ന് എല്ലാവരുടെയും മുമ്പിൽ മൂസ നബി അലൈഹി സ്വലാം തെളിയിച്ചു കൊടുത്തിട്ടും അതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ മൂസ നബി അലൈഹി സ്വലാമയെ തിരിച്ചാക്രമിക്കാൻ വരുന്നത് എന്തിനായിരുന്നു? ഫിർഔന്റെ അഹങ്കാരത്തിന്റെ അത്രയും വലിയ കാഠിന്യത്തിലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്, അല്ലെ? അതുപോലെ ഏത് രൂപത്തില് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമുക്ക് കാണുവാൻ സാധിക്കും, എല്ലാ ബിംബങ്ങളെയും തച്ചുടച്ചു ഇബ്രാഹിം നബി. എന്നിട്ട് വലിയ ബിംബത്തിന്റെ തോളില് മഴു തൂക്കിയിട്ടും എല്ലാവരും ഒന്ന് ഇബ്രാഹിമിനെ പിടിച്ചു കൊണ്ടുവന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ പിടിച്ചു കൊണ്ടുവന്നപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ ഇബ്രാഹിം നബി പറഞ്ഞു, നിങ്ങളത് അയാളോട് ചോദിച്ചു നോക്കൂ, ആ ബിംബത്തിനോട് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി എന്ത് ഇതാണ് സത്യം എന്നുള്ളത്, ബിംബത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷെ എന്നാലും നമ്രൂദ് എന്തുകൊണ്ടാണ് വിശ്വസിക്കാതിരുന്നത്? യുജാദിലൂന ഫീ ആയാത്തില്ല, അവര് ഈ ഒരു വിഷയത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതിൽ നിന്ന് പുറംതിരിച്ച് അന്നായുസ്റഫൂൻ, അവരെന്താണ്, അവർ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് എന്നുള്ളതാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറഞ്ഞു തരികയാണ് എന്നുള്ളതാണ്. അടുത്ത ആയത്തില് അല്ലദീന കദ്ദബൂ ബിൽ കിതാബി വബിമാ അർസൽനാ ബിഹി റുസുലനാ ഫസൗഫ യഅലമൂൻ. എന്നിട്ട് പറയാണ് അവരെന്ത് ചെയ്തിട്ടുണ്ട്, കദ്ദബൂ ബിൽ കിതാബി, അവര് അള്ളാഹു അയച്ചിട്ടുള്ള വേദഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണോ അതെല്ലാം നിഷേധിച്ച ആളുകളാണ് ഇവരൊക്കെ. വബിമാ അർസൽനാ ബിഹി റുസുലനാ, അള്ളാഹു അയച്ച പ്രവാചകന്മാരെ എല്ലാവരെയും തള്ളിക്കളഞ്ഞ ആളുകളാണ് ഈ ആളുകൾ. എന്നിട്ട് അള്ളാഹു പറയാണ് പക്ഷെ അവരെന്ത് ചെയ്യും, ഒരു ദിവസം അറിയും, അവരെന്ത് ഒരു ദിവസം മനസ്സിലാക്കും, ഇതാണ് യാഥാർത്ഥ്യമെന്ന്, ഇതാണ് സത്യമെന്ന്, ഇത് ഹഖാണ് എന്ന് അവർ ഒരു ദിവസം മനസ്സിലാക്കുമെന്ന് അള്ളാഹു പറയാണ്. എന്നിട്ട് പറയുന്നു, ഏത് ദിവസമാണ് മനസ്സിലാക്കുക? ആ ആളുകൾ ഏത് ദിവസമാണ് മനസ്സിലാക്കുക? ഫിർഔൻ എന്നാ മനസ്സിലാക്കിയത് ഇത് സത്യമാണെന്നുള്ളത്? അതായത് അംഗീകരിച്ചത് എന്താണ്? ഫിർഔന് മൂസ നബി അലൈഹി സ്വലാമയുടെ പിന്നിൽ ഇങ്ങനെ വരുന്ന സമയത്ത് കടലിന്റെ നടുവിലാവുമ്പോൾ ഫിർഔന്റെ മുകളിലൂടെ കടല് തിരിഞ്ഞു വരുന്ന സമയത്ത് ഫിർഔൻ മൂസ നബിയോട് പറയും, മൂസ അതിന്റെ റബ്ബിനെ ഞാൻ എന്ത് ചെയ്യാ, വിശ്വസിക്കാം, ഇതിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയായിരുന്നു അവരെന്ത് ചെയ്യും, എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന സമയത്ത് വിശ്വസിക്കാൻ അവർ തയ്യാറാകും. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല, അവരുടെ കഴുത്തില്
ആമം വെക്കുന്ന സമയത്ത് ഇതിൽ അഗ്ലാലു ഫീ അഅനാഖിഹിം വസ്സലാസിൽ യുസ്ഹബൂൻ. എന്താണ്? അവരുടെ കഴുത്തിൽ ആമം വെക്കുക, അതായത് കഴുത്തിൽ വിലങ്ങ് വെക്കുക എന്ന് പറഞ്ഞാൽ അത്രയും അപമാനം സഹിക്കാൻ കഴിയാത്തൊരു സന്ദർഭമല്ല. നമ്മള് ഇപ്പൊ ഇന്നിങ്ങനെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കഴുത്തിൽ ഒരു പോലീസ് വന്നിട്ട് നമ്മുടെ കഴുത്തിൽ വിലങ്ങി വെച്ചിട്ട് നമ്മളങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എത്രമാത്രം അപമാനകരമാണ്. ഈ നാട്ടിലെ ആളുകൾ ഫുൾ, അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്നാണ് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത്, ഏതെങ്കിലും ഒരു കേസിൽ പിടിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് എങ്കിൽ എത്രമാത്രം അപമാനകരമാണ്. നമ്മളിപ്പോ അടുത്ത് കണ്ടിരുന്നൊരു വീഡിയോ ആയിരുന്നു. ആളുകള് ഒരാളെ അടിച്ചിങ്ങനെ കൊണ്ടുപോവുക, പോലീസ് അവരെങ്ങനെ തടഞ്ഞു വെക്കുന്ന ഒരു വീഡിയോ നമ്മളൊക്കെ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ട ആളുകളാണ്. അങ്ങനെ കൊണ്ടുപോകും അയാൾക്ക് ഉണ്ടാകുന്ന അപമാനകരമായ ഒരു മാനസികാവസ്ഥ ഉണ്ട് അല്ലെ. അതിനെ ഏറ്റവും അതിന്റെ പാരമ്യതയിലെത്തിക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ അഗ്ലാലു ഫീ അഅനാഖിഹിം. എപ്പോഴാണ് ഫസൗഫ യഅലമൂൻ, കഴിഞ്ഞ ആയത്തിൽ പറയുന്നുണ്ട്, അവർ മനസ്സിലാക്കും. എപ്പോഴാണ് മനസ്സിലാക്കാം? ഇതിൽ അഗ്ലാലു ഫീ അഅനാഖിഹിം, അവരുടെ കഴുത്തിൽ ആമം വെക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? മനസ്സിലാക്കും. വസ്സലാസിൽ യുസ്ഹബൂൻ, മാത്രല്ല അവരുടെ ചങ്ങലകളിൽ കെട്ടിയിട്ടതിന് ശേഷം അവരെങ്ങനെ വലിച്ചു കൊണ്ടുപോവുക. എല്ലാവരുടെയും ഇടയിലൂടെ അവരെങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സന്ദർഭം വരുമ്പോ അവര് മനസ്സിലാക്കുമെന്നുള്ളതാണ്. ഇതേ വിഷയം സൂറത്തുൽ ഹാഖയിൽ പറയുന്നുണ്ട്. ഖുദൂഹു ഫഗുല്ലു, നരകത്തിന്റെ ആളുകളെ, നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളെ പിടിക്കുവീൻ. ഫഗുല്ലു, എന്നിട്ട് അവരെ കെട്ടുവീൻ. തുമ്മൽ ജഹീമ സല്ലു, എന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയുവീൻ. തുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുഖു, 70 മുഴം നീളമുള്ള ആ ചങ്ങലകൾക്കുള്ളിൽ ബന്ധിച്ച് അവരെ കൊണ്ടുവരുവീൻ എന്ന് അള്ളാഹു ആജ്ഞാപിക്കുന്ന മലക്കുകളോട് പറയുന്ന ഒരു സന്ദർഭത്തെ കുറിച്ച് സൂറത്തുൽ ഹാഖയില് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അറിയേണ്ടത്, അള്ളാഹുവിന്റെ ആയത്തുകൾ ഏതെല്ലാം ഉണ്ടോ ആ ആയത്തുകളെല്ലാം മനസ്സിലാക്കുകയും ആ ദൃഷ്ടാന്തങ്ങളെല്ലാം അറിയുകയും അത് എന്താണോ അള്ളാഹുവും പ്രവാചകനും പറഞ്ഞിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്, അത് മനസ്സിലാക്കി സ്വജീവിതത്തെ ഏറ്റവും നല്ല രൂപത്തിലാക്കുവാൻ, ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല രൂപത്തിലാക്കുവാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. എന്താണ് ഇവിടെ അവർ ചെയ്തിട്ടുള്ള പ്രശ്നം എന്ന് പറയാം? അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, സഹായം ചോദിക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, എല്ലാ ഫാത്തിഹയിലും എല്ലാ നമസ്കാരത്തിലും നമ്മൾ ചൊല്ലുന്ന ഒരു ആയത്ത്, അള്ളാഹുവിനോട് മാത്രമേ ഞാൻ സഹായം ചോദിക്കൂ, അവനോട് മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ, പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നും വിപരീതമായിട്ട് നമ്മുടെ നാട്ടിലാവട്ടെ അല്ലെങ്കിൽ ഇവിടെ ആവട്ടെ എവിടെയുമാകട്ടെ, അതിൽ നിന്ന് വിപരീതമായിക്കൊണ്ട് അള്ളാഹുവിനുപുറം മറ്റുള്ള ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായി എന്ന് വരിക. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് മാറണം. എത്രയും പെട്ടെന്ന് മാറിയിട്ട് അതിൽ നിന്നും ഏറ്റവും നല്ല മാർഗം അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ മാറി ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഓർത്ത് അള്ളാഹുവിന്റെ ഖുർആനിനെ കുറിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഇല്ല എങ്കിൽ ഇതിൽ അഗ്ലാലു ഫീ അഅനാഖിഹിം, നമ്മുടെ കഴുത്തിൽ ആമം വെക്കുന്ന സമയത്തുള്ളൂ, വിലങ്ങുകൾ വെക്കുന്ന സമയത്തുള്ളൂ, അല്ലെങ്കിൽ ചങ്ങലകൾ കൊണ്ട് വസ്സലാസിൽ യുസ്ഹബൂൻ, ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിക്കുന്ന സമയത്തുള്ളൂ. പ്രിയമുള്ള വിശ്വാസികൾ, നമുക്ക് മനസ്സിലാവുക, ആ ഒരു സമയത്ത് വരെ നമ്മൾ എന്ത് ചെയ്യരുത്? കാത്തു നിർത്തരുത്. നമ്മൾ എന്ത് ചെയ്യണം? അത്തരത്തിലുള്ള ഏത് കാര്യങ്ങൾ അള്ളാഹുവും പ്രവാചകനും പറഞ്ഞിട്ടുള്ള ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അതെല്ലാം അംഗീകരിച്ചു കൊണ്ട് പോകാൻ നമ്മൾ പരമാവധി തയ്യാറാവണം എന്നുള്ളതാണ്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുകയാണ്, ഫിൽ ഹമീമി സുമ്മ ഫിന്നാരി യുസ്ജറൂൻ, അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫിൽ ഹമീമി, ചുട്ടു തിളക്കുന്ന വെള്ളത്തിലാണ് അവരെ കൊണ്ടുപോയിടുക, അല്ലെങ്കിൽ ചുട്ടു തിളക്കുന്ന വെള്ളമാണ് അവർക്ക് കൊടുക്കുക. സുമ്മ ഫിന്നാരി, പിന്നീട് എന്ത് ചെയ്യും? അവരെ നരകത്തിലേക്ക് കൊണ്ടുപോയിടും. യുസ്ജറൂൻ, എന്നിട്ട് എന്ത് ചെയ്യും? അവരെ അതിൽ ഇട്ട് കത്തിക്കും. നരകത്തിൽ എന്താണ് അതിൽ കത്തിക്കപ്പെടുന്ന വിറക് കൊള്ളികൾ എന്ന് അള്ളാഹു സൂറത്തു തഹ്രീമിലൂടെ പറയുന്നുണ്ട്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹ അന്നാസു വൽ ഹിജാറ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കുടുംബത്തെയും അതുപോലെ നിങ്ങളുടെ അടുത്തുള്ള ആളുകളെയും നിങ്ങൾ എന്ത് ചെയ്യുക? നരകത്തിൽ നിന്നും, നിങ്ങളെയും അഹ്ലീകും നാറ, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ എന്ത് ചെയ്യുക?
ആ നരകത്തിൽ നിന്നും രക്ഷിക്കുക. എന്താണ് കാരണം? അതിൽ കത്തിക്കപ്പെടുന്നത് വിറകുകളല്ല. അതിൽ കത്തിക്കാൻ വേണ്ടി നമ്മൾ അതിന് പ്രത്യേകമായ വാതകങ്ങളല്ല ഉപയോഗിക്കുന്നത്. അള്ളാഹു പറയുകയാണ് കല്ലുകളാണ് കത്തിക്കുന്നത്. കല്ലുകളും അതിന്റെ കൂടെ കത്തിക്കുന്നത് മനുഷ്യരെയുമാണ്. മനുഷ്യരെയും കല്ലിനെയും കല്ല് കത്തണം എന്നുണ്ടെങ്കിൽ എത്ര സമയം എടുക്കണം? മനുഷ്യനെയും കല്ലിനെയും കത്തിക്കപ്പെടുന്ന ഒരു നരകം. ആ നരകത്തിലാണ് നമ്മളെ കൊണ്ടുപോയിടുന്നത്. വല്ലാത്ത ഭയാനകത. നമ്മൾ അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ നമ്മളെ കത്തിക്കുക. നമുക്കൊരു തീയില് നമ്മൾ ഒരു മിനിറ്റ് കൈ ഇങ്ങനെ വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ആ തീയിലൂടെ ഒന്നിങ്ങനെ നടന്നു പോവാന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. തീ ഇങ്ങനെ ആളി പടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് വരുന്ന ആ ഒരു ചൂടിനെപ്പോൾ നമുക്ക് താങ്ങാൻ കഴിയാത്തതും അത്രയാണ്. എന്നാൽ നരകത്തിലെ ചൂടിനെ പറ്റി പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അല്ലെ? അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. ആ ചൂടിലേക്കാണ് നമ്മൾ വിറകാവുന്ന ആ നരകാഗ്നിയിലേക്കാണ്, മനുഷ്യർ വിറകാവുന്ന നരകാഗ്നിയിലേക്കാണ് അള്ളാഹു കൊണ്ടുപോയത്. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? രക്ഷ പ്രാപിക്കണം. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? രക്ഷ നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ദുനിയാവില് അതിനനുസരിച്ചിട്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് അള്ളാഹു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ആളുകളോട് ചോദിക്കപ്പെടും, ഐനമാ കുന്തും, എവിടെ? ആ ആളുകളൊക്കെ എവിടെ? തുശ്രിക്കൂ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ദുനിയാവില് നിങ്ങൾ ജീവിച്ച സമയത്ത് മരിക്കുന്നത് വരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ആളുകളൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കും. അവരോട് ചോദിക്കുന്ന ഒരു സന്ദർഭം, അതായത് നരകത്തിൽ ഇങ്ങനെ കത്തി ആളുന്ന സമയം, നമ്മളിങ്ങനെ ഒരു വേദനയിൽ നിൽക്കുന്ന സമയത്ത് ആ വേദന എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന് നമുക്കറിയാം. ആ വേദനയെ കുറിച്ച് തന്നെ പിന്നെയും ചോദിച്ച് നമ്മളെ ആ ഒരു വേദന ഏറ്റവും അതിന്റെ പാരമ്പര്യത്തിൽ ഏറ്റവും അതിന്റെ മുകളിലേക്ക് എത്തുന്ന രൂപത്തിലേക്ക് ആക്കുക എന്നുള്ളതാണ്. അവരോട് ചോദിക്കാണ്, അല്ല നിങ്ങളെ ദുനിയാവിൽ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആളുകളൊക്കെ എവിടെ? അവരൊക്കെ വിളിച്ചോളി, ഈ നരകത്തിന് രക്ഷിക്കാൻ അവരൊക്കെ വിളിച്ചോളൂ, പ്രശ്നമല്ല, നിങ്ങൾ വിളിച്ചോളി എന്ന് പറയുമ്പോ അവര് പറയുന്നുള്ളതാണ് മിന്തൂനില്ല. അടുത്തായത്തിന്റെ തുടക്കം മിന്തൂനില്ല, അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന, നിങ്ങൾ ശിർക്ക് ചെയ്തിരുന്ന, നിങ്ങൾ ഈ ഒരു രൂപത്തിൽ ചെയ്തിരുന്ന ഏതെല്ലാം ആളുകളുണ്ടോ, അത് ഇന്നത്തെ കാലഘട്ടത്തില് നമ്മൾ ഏതൊക്കെ രൂപത്തിലാണ് നമ്മൾ ഇന്ന് നാടുകളില് ഖബറുകളിലേക്ക് പോകുന്നു, മക്ബറകളിലേക്ക് പോകുന്നു, അവരോട് സഹായം ചോദിക്കുന്നു. അതുപോലെ തന്നെ ബദരീങ്ങള്, നമ്മളിപ്പോ വീണ് പോകുന്ന സമയത്ത്, ഞാനൊക്കെ മലപ്പുറം ഇടവണ്ണ ആ ഒരു ഭാഗത്തു നിന്നാണ്, നമ്മളാ ഭാഗത്തൊന്നും അത് കേൾക്കാറില്ല. പക്ഷെ പല ഭാഗത്ത് നമ്മള് മറ്റുള്ള ജില്ലകൾ, നമ്മുടെ നാടിനെ കൂടുതലാക്കി പറയും, നിങ്ങളുടെ നാടിനെ കുറവാക്കി പറയുമല്ലോ. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പുറത്ത് നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് ബദരീങ്ങളെ എന്ന് വിളിക്കും. നമ്മൾ അള്ളാന്ന് വിളിക്കുന്ന ഒരു സമയത്ത് അതിൽ നിന്നും ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യം ഞാൻ സത്യം പറഞ്ഞാല് മമ്പർത്തങ്ങൾ, അത് ഞാൻ കേട്ട ഒരു വിഷയം പറഞ്ഞതാണ്. നമ്മളെ നാട്ടില് എന്താ അങ്ങനത്തെ ഒരു ഇതില്ല. അത് അതെ. അത്തരം കുറെ ആളുകള് അവര് മമ്പത്ത് തങ്ങളെ പെട്ടെന്ന് നമ്മള് അള്ളാന്ന് വിളിക്കുന്നതിന് പകരം പെട്ടെന്ന് ഒരു പ്രശ്നം ഉണ്ടാവും. നമ്മൾ വിളിക്കും, ഒന്ന് സഹായിക്കണേ എന്ന് പറയുന്ന ബദരീങ്ങളെ ഒന്ന് സഹായിക്കണേ എന്ന് പറയുന്ന മാരകമായ ഒരു ഭയാനകമായ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയത്. എത്രമാത്രം ശിർക്കാണ്. അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു സമയത്ത് നമ്മൾ അതിന് പുറമെയുള്ള ബാക്കിയുള്ള ആളുകളെ, ഒന്നിനും കഴിയാത്ത ആളുകൾ വിളിച്ച് പ്രാർത്ഥിച്ച് നാളെ നരകത്തിലേക്ക് എറിയുന്ന സമയത്ത് നമ്മളോട് അല്ല പറയും, നമ്മളെ കളിയാക്കിയിട്ട് പറയും, അല്ല നിങ്ങൾ വിളിച്ചോളി, നിങ്ങൾ പ്രാർത്ഥിച്ചോളി, നിങ്ങൾക്കുള്ള ആളുകളോട് ചോദിച്ചോളി, പ്രശ്നമില്ലാന്ന് നിങ്ങൾ ചോദിച്ചോളി എന്ന് പറയുമ്പോൾ ഓര് പറയും, ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ച ആളുകളൊക്കെ വല്ലു അന്ന, ഞങ്ങൾ ഒഴിവാക്കി പോയിട്ടുണ്ട്. പിന്നെ ഓലെന്ത് ചെയ്യാണ്? ആ ഒരു സന്ദർഭം ഞങ്ങൾ ചെയ്തിട്ടില്ല. ആ ഒരു സന്ദർഭം ഒന്ന് നിഷേധിച്ചു വെക്കണം. ദുനിയാവിലൊക്കെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് നമ്മളൊന്ന് ചെയ്യാം, ഒരു തെറ്റ് ചെയ്ത് അത് പിടിക്കപ്പെട്ടു, അപ്പൊ നമ്മള് അല്ലല്ലേ ഞാൻ ചെയ്തിട്ടില്ലേ എന്ന് പറയും. എന്നിട്ട് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയും ഇല്ല. അവിടെ നിന്നിട്ട് ഓല് പറയും,
ഞങ്ങൾ ചെയ്തിട്ടില്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ആദ്യം പറയും അവരൊക്കെ വിട്ടുപോയി, ഞങ്ങളെ ഒഴിവാക്കി. നമ്മളങ്ങനെ തന്നെ പറയാം. നമ്മളെ കൂടെ ഒരു 4 ആളുകൾ തെറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് നമ്മളാണ് കുടുങ്ങിയത്. അപ്പൊ അവസാനം അല്ല എൻ്റെ പല ആളുകളൊക്കെ എവിടെ ചോദിക്കുന്ന സമയത്ത് അല്ല ഓരൊക്കെ പോയി. എന്നിട്ട് എന്നിട്ട് നമ്മൾ പറയാണ് ഓലെ വിളിച്ചോ എന്ന് പറയുമ്പോ ഇല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങൾ അങ്ങനെ പോയിട്ടൊന്നുമില്ല. അതെ, അപ്പൊ നമ്മളെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു നമ്മള് മനുഷ്യ സഹജമായി ചെയ്യുന്ന ഒരു കാര്യം. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അള്ളാഹു പറഞ്ഞു ചെയ്യാൻ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നു റബ്ബേ എന്ന് പറയുന്ന ഒരു അവസ്ഥ മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് വരെ അവരെന്ത് ചെയ്യൂല? ഈ ഒരു പ്രശ്നം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അവർ തർക്കിച്ചുകൊണ്ടേയിരിക്കും. അവര് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം, ഈ ഒരു സന്ദർഭം വരണം, എന്നാലേ മനസ്സിലാക്കുള്ളൂ എന്നുള്ളത് അള്ളാഹു നമുക്ക് വ്യക്തമാക്കി തരാണെന്നുള്ളതാണ്. അങ്ങനെയാണ് സത്യനിഷേധികളായ ആളുകളെ അള്ളാഹു വഴിപേവിലാക്കുക. അങ്ങനെയാണ് ആ ഒരു സന്ദർഭത്തിൽ ഉണ്ടാവുക എന്ന് അള്ളാഹു നമുക്ക് വ്യക്തമാക്കി തരാണ്. ഇവിടെ പറയുന്ന ഒരു വിഷയമുണ്ട്, ഇതുപോലെ അള്ളാഹു അവിശ്വാസികളെ വഴിപേവിലാക്കുന്നു എന്നുള്ളത്. ഇതൊക്കെ സത്യം പറഞ്ഞാലേ നമുക്കുള്ള ഒരു ഉപദേശമാണ്. ഖുർആനിൽ നമുക്ക് തരുന്ന ഉപദേശമാണ്. അള്ളാഹു വഴിപേവിലാക്കുന്നു, കാഫിറുകളായ സത്യനിഷേധികളായ ആളുകളെ വഴിപേവിലാക്കുന്നു. സത്യം പറഞ്ഞാല് നമ്മള് വഴിപേവിലാക്കുന്നു എന്ന് പറഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം? വേണമെന്നുണ്ടെങ്കിൽ വഴിപേവിലൂടെ സഞ്ചരിച്ചു പോവാം. അതിന് അള്ളാഹു എന്ത് ചെയ്യൂല? ഇപ്പൊ ഒന്നും പറയൂല. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എന്താണ് സൂറത്തുൽ ഇൻസാൻ എന്താ പറഞ്ഞത്? ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ എന്ന് പറഞ്ഞത് ശുക്ർ ചെയ്യുന്നവരുടെ മാർഗം നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. കുഫർ ചെയ്യുന്നവരുടെ മാർഗം എന്തുണ്ട്? നിങ്ങൾ കാണിച്ചു. ഏത് മാർഗത്തിലും നിങ്ങൾക്ക് സഞ്ചരിക്കാം. വലതു വശത്തേക്കും പോവാം, ഇടതു വശത്തേക്കും പോവാം. തെറ്റും ചെയ്യാം, അല്ല നല്ല കാര്യങ്ങളും ചെയ്യാം, സൽപ്രവർത്തനങ്ങളും ചെയ്യാം, ദുഷ്പ്രവർത്തനങ്ങളും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ദുനിയാവില്. പക്ഷേ വഴിപേവിലായ ആളുകളെ അള്ളാഹു ഈ ഒരു രൂപത്തിലായിരിക്കും ശിക്ഷിക്കുക എന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? താക്കീത് തരുന്നുണ്ട് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോകുന്ന അറിയാതെയും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള ഏതെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിൽ, ഇതുപോലെ ഷിർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് അള്ളാഹുവിനോട് തീർച്ചയായിട്ടും പൊറുക്കലിന് ചോദിക്കണം, തൗബ ചെയ്ത് മടങ്ങണം എന്നുള്ളതാണ്. അല്ല ചെറിയ പാപങ്ങളാണെങ്കിൽ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ നമസ്കാരങ്ങളാവട്ടെ, അതല്ലെങ്കിൽ പ്രവർത്തനങ്ങളാവട്ടെ, അതെല്ലാം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പാപമോചനം തേടുക, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങാൻ നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു സമയത്ത്, ഈ ഒരു സന്ദർഭത്തെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള ആയത്തുകൾ നമ്മളോടാണ് സംസാരിക്കുന്നത്. അള്ളാഹു നമ്മളോടാണ് പറയുന്നത്. അതാണ് അള്ളാഹുവിന്റെ കലാം. അള്ളാഹു നമ്മളോട് ഡയറക്റ്റ് സംസാരിക്കണം. നമ്മൾ ഓരോ ആയത്ത് നമ്മൾ വായിക്കുമ്പോഴും നമ്മളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ബോധം, എന്നൊരു ചിന്ത നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് വായിക്കുക. ഖുർആനിലെ ഓരോ ആയത്തുകളും വായിക്കാൻ നമ്മൾ തയ്യാറാവുക. ഇതിൽ പറയുന്ന ഒരു കാര്യം എന്നുള്ളൊരു വിഷയം, പിശാച് നാളെ പരലോകത്ത് വെച്ചിട്ട് നടത്തുന്ന ഒരു പ്രസംഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ പ്രസംഗം ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെ വിളിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ നിങ്ങളെ ഏറ്റെടുക്കാമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പിശാച് പറയുന്ന ഒരു സന്ദർഭത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണം എന്നുള്ളതാണ്. നമ്മളെ വഴി തെറ്റിക്കുന്നത് പിശാചാണ്. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്നും ഈ ഒരു ലോകത്തിലേക്ക് വരുന്നത് മുതൽ പിശാച് ഓരോ മനുഷ്യന്റെ മനസ്സിലേക്കും കയറി ഇറങ്ങാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. മനുഷ്യന്റെ ഈമാനിക ബോധം, ചിന്ത എന്നുള്ളത് കയറും ഇറങ്ങും. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ കയറി ഇറക്കത്തിനിടയിൽ കയറുന്ന സമയത്ത് അള്ളാഹുവിനോട് പാപമോചനം തേടി അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദുകൾ ചെയ്ത് ഏതെല്ലാം സമയത്ത് ഏതെല്ലാം പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാൻ നമ്മൾ ഈ സന്ദർഭത്തെ, സാഹചര്യത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. ഇനി കുറഞ്ഞു പോകുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുകയും പ്രവാചകന്റെ ഉപദേശങ്ങളെ കുറിച്ച് ആലോചിക്കുകയും ശൈത്താൻ, പിശാച് നമ്മുടെ അടുക്കലേക്ക് സദാസമയവും നമ്മുടെ വഴിപ്പിഴപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. നമ്മളിവിടെ കച്ചവടം ചെയ്യുന്നവരാണ്,
ജോലി ചെയ്യുന്നവരാണ്. നമുക്കൊരു പക്ഷേ കച്ചവടം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുതലാളിയുടെ അടുത്ത് നിന്നും എന്തെങ്കിലും ചെയ്യാൻ അതല്ലെങ്കിൽ തിരിമറി നടത്താൻ നമുക്ക് സാധിക്കുമായിരിക്കും. അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ നമ്മുടെ ജീവിക്കുന്നതിനാണ് ഇവിടെ ജീവിക്കുന്നത്, നമ്മൾ ജോലി ചെയ്യാനും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അപ്പോ അതൊരു ബോണസായി ലഭിക്കുന്ന എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്ന സമയത്ത് അത് നമ്മൾ എടുക്കുന്നതിന് പകരം ആ ഒരു സമയത്ത് ഈമാനിക ബോധവും ചിന്തയും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ ജീവിതത്തെ ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആയാത്തില്ല അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം, അതാണ് ഖുർആന്. നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ ദൃഷ്ടാന്താണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ. ധാരാളക്കണക്കിന് ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിലൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ജീവിക്കുമ്പോൾ. അതിനു പുറമെ ഏറ്റവും വലിയ ദൃഷ്ടാന്താണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ. ആ ഖുർആനിനെ നമ്മൾ നെഞ്ചോട് ചേർക്കുക. ആ ഖുർആനിലെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിൽ നമ്മൾ വന്ന് പങ്കെടുക്കുകയും ഒരാഴ്ച പോലും നമ്മൾ ഇതിനെ ഒഴിവാക്കാതെ ഇതിൽ നിന്ന് കിട്ടുന്നത് ചെറിയ വിഷയങ്ങളാണെങ്കിൽ പോലും ഒരൊറ്റ പോയിന്റ് നമ്മൾ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ പോലും അതിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിച്ചാൽ തന്നെ നമ്മുടെ ജീവിതം ഏറ്റവും നല്ല രൂപത്തിലാകും എന്നുള്ളതാണ്. അതിന് നമ്മൾ പരമാവധി അള്ളാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കേണ്ട 4 വിഷയങ്ങൾ ഞാൻ അവസാനം ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് ഒന്ന് പറയാം. ഒന്നാമത്തെ വിഷയം, അറിവില്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു വിഷയത്തിൽ തർക്കിക്കാൻ നിൽക്കരുത്. അത് ദുനിയാവിന്റെ വിഷയമാണെങ്കിലും പരലോകത്തിന്റെ വിഷയമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അറിവില്ലാത്തൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യാൻ നിൽക്കരുത്, വെറുതെ തർക്കിച്ചിട്ട് അതിൽ നമ്മൾ വിജയിക്കാൻ ശ്രമിക്കാം. ഞാൻ തന്നെയാണ് ശരി എന്ന് നമ്മൾ പറയാം, നമ്മൾ ചെയ്യരുത്. അത് ചെയ്തിട്ട് എന്തില്ല, ഒരു കാര്യമില്ല. നമ്മള് തെറ്റാണെന്ന് മനസ്സിലാക്കിയാല് ഇപ്പൊ ഒരു വലിയ ആള്, അതായത് ഉദാഹരണത്തിന് ഒരു മുതലാളി ഒരു തൊഴിലാളി പറയാണ് അത് ചെയ്താൽ നമുക്ക് എന്തുണ്ടാവും, നഷ്ടം ഉണ്ടാകും എന്ന് പറയുമ്പോൾ അല്ല, നഷ്ടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു നിന്നാൽ എന്തുണ്ടാവുക, ശരിക്കും നഷ്ടമാണ് ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, നഷ്ടം ഉണ്ടാകും. അതൊരു യാഥാർത്ഥ്യമാണ്. അറിവില്ലാത്ത കാര്യത്തിൽ എത്രമാത്രം അഹങ്കാരം, ഞാൻ പറയുന്നത് തന്നെയാണ് ശരി എന്ന് പറയുന്നതിന് പകരം ശരിയില്ലെങ്കിൽ അത് സ്വീകരിക്കാനുള്ള മനസ്സ്, ആ ഒരു മനസ്സ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ വിഷയം. അറിവില്ലാത്തൊരു വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തർക്കിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. രണ്ടാമത്തെ വിഷയം, അഹങ്കാരം നമ്മൾ വെടിയണം എന്നുള്ളതാണ്. അഹങ്കാരം വെടിഞ്ഞാൽ നല്ല മെച്ചം എന്തായാലും നമ്മളൊരു കാര്യം ഒരാൾ പറഞ്ഞു തന്നാൽ അത് മനസ്സിലാക്കും, സത്യം ബോധ്യപ്പെട്ടാല് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു വിഷയം മനസ്സിലാക്കി ഓക്കെ അത് ശരിയാണ്, നമ്മൾ എന്ത് ചെയ്യും, താഴ്ന്നു കൊടുക്കും. താഴ്മക്കാണ് മേന്മ എന്ന് പറയുന്നത് അല്ലെ, താഴ്മക്ക് തന്നെയാണ് മേന്മ. നമ്മൾ എവിടെ പോയാലും ഒന്ന് താഴ്ന്നു കൊടുത്ത് വിചാരിച്ച് അങ്ങനെ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ഞാനാണ് മേന്മയാണ് നടക്കുന്നതിന് പകരം നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കുക. അത് സത്യമാണെന്ന് മനസ്സിലായി. അല്ല ആ ആള് പറയുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് എതിർത്ത് നമ്മൾ സംസാരിക്കാം, തർക്കിക്കാം, അത് പ്രശ്നമല്ല. അത് ശരിയാണ്, നമ്മളെ ഭാഗത്താണ് ശരിയെന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. അല്ലാത്ത വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അഹങ്കാരം വെടിയണം, താഴ്മ കാണിക്കണം. അത് ഇതിൽ നിന്നുള്ള രണ്ടാമത്തെ പാഠമാണ്. മൂന്നാമത്തെ പാഠം എന്താണ്, തൗഹീദിൽ എന്ത് ചെയ്യണം, ഉറച്ചു നിൽക്കണം. പല രൂപത്തിലും പ്രശ്നങ്ങൾ വരും. നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് വലിയൊരു പ്രയാസം നമുക്ക് ബാധിച്ചു. അപ്പൊ ഇങ്ങനെ നമ്മൾ പല ചികിത്സകളും നടത്തി നോക്കി, കാര്യമില്ല, രക്ഷപ്പെടുന്നില്ല, ഒന്നും രക്ഷയില്ല. അങ്ങനെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു ഡോക്ടറെ കണ്ടിങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ ഇപ്പൊ ബസ്സിലാണ്, ഒരു കാറിൽ ബസ്സിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ യാത്ര അടുത്തിരിക്കും, എന്താ പറ്റിയത്, നല്ല സങ്കടത്തിലാണെന്ന് ഒരാൾ ചോദിച്ചു. ആ ഒരു സന്ദർഭം നമ്മൾ പറഞ്ഞു, എനിക്കാണ് അവസ്ഥ, വല്ലാത്തൊരു അസുഖത്തിലാണ് ഞാൻ ഇപ്പൊ ഉള്ളത്. അപ്പൊ അയാള് പറയണം, അത് ഇവിടെ പോയാലേ അത് ശരിയാകും എന്ന് പറയുന്നത് കേട്ടോ, പോയി നോക്കണം, ശരിയാവോ, ശരിയായാലോ, ഒന്ന് പോയി നോക്കിയാലോ നല്ലൊരു ചിന്ത വന്ന് നമ്മൾ പോയാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. എന്ത് പ്രയാസം ഉണ്ടായാലും ജീവിതത്തിൽ അടപടലം മൂഞ്ചിയാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തൗഹീദിൽ നിന്ന് മാറാൻ പാടില്ല. നമ്മൾ മാറിയോ നമ്മൾ അവിടെ പരാജയം നമ്മൾ തുടങ്ങി വെച്ചെന്നുള്ളതാണ്. തൗഹീദിൽ നമ്മൾ എന്ന് വിട്ടുപോയോ, ശിർക്ക് ചെയ്യാൻ നമ്മൾ എന്ന് തുടങ്ങിയോ അവിടെ നമ്മളെ പരാജയം നമ്മൾ തുടങ്ങി. പല രൂപത്തിലും നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ശിർക്ക് പിശാച് കടന്നു വരും, എന്നിട്ട് ചെയ്യാൻ പറയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ഉദാഹരണം, നമ്മൾ ഒതായുണ്ട്, നമ്മളൊരു അറിവിന്ദിലാവ് നമ്മളെ തെഞ്ചേരി പോകുന്ന സമയത്ത്
ഞാൻ സുല്ലമിൽ അരീക്കോട് സുല്ലമിലാണ് പഠിച്ചത്. ഞങ്ങളെന്നും ബൈക്കിലാണ് പോവുക. അപ്പൊ ചിലപ്പം മെയിൻ റോഡ് അരീക്കോടേക്ക് പോകണം, മെയിൻ റോഡ് പണിയാവുന്ന സമയത്ത് ഞങ്ങൾ ഉള്ളിലൂടെ തെഞ്ചേരി വൈകിയാണ് കയറി പോകും. ആ ഒരു സമയത്ത് അവിടെ ഉണ്ട് ഒരു അറിവിന്ദിലാവ് പറഞ്ഞിട്ട് ഒരു സൊഫാൻ സക്കാഫി ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടോ അറിവിന്ദിലാവ്, ചിലപ്പോൾ അറിയില്ല, അറിയുണ്ടാവും ചിലപ്പോൾ. അപ്പോ ആ ആളുടെ കുറച്ച് മുമ്പ് ഒരാൾ കയറി ഞാന് ബൈക്കിൽ ഇങ്ങനെ പോവാണ്. ബൈക്കിൽ പോകുമ്പോൾ ഞാൻ ഒരാൾ കൈയാട്ടിപ്പോ ഓക്കെ എന്നാ ഞാൻ ഒറ്റയ്ക്ക് പോകണം കയറ്റിങ്ങാണ്ട് ഞാൻ ഇതിന് മുമ്പ് കൂടെ ഇങ്ങനെ പോയി. അപ്പൊ ഞാനിങ്ങനെ വെറുതെ അവിടെ ചോദിച്ചു, അല്ല ഇത് എനിക്കറിയാം അവിടെ ഇതാണ് സംഭവം, ഇത് എന്താന്ന് വെച്ചു. അപ്പൊ ആള് പറഞ്ഞു ഇത് ഭയങ്കര സംഭവമാണ്. ഞങ്ങൾ ഇവിടെ എന്റെ മകന് ഭയങ്കര ഒരു പ്രാവശ്യം ഇവിടെ പുഴയിലിറങ്ങിയ സമയത്ത്, അവിടെ അടുത്ത് തന്നെ ഒരു പുഴയുണ്ട്, പുഴയിലിറങ്ങിയ സമയത്ത് തല കറങ്ങി വീണു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഇത് ഇനി അസുഖമൊന്നും മാറൂല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ഡോക്ടർ അയാളെ ജീവിതത്തിലെ ഒരു സംഭവം ഇങ്ങനെ പറയാണ്, ഇങ്ങനെ കാണിച്ചു നോക്കി, പക്ഷെ ശരിയായില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഇപ്പം കുറച്ചു മുമ്പാണ് ഇയാൾ വന്നത്. അപ്പൊ ഞാൻ അയാളൊന്ന് കാണിച്ചു നോക്കി, അപ്പം ഫുള്ള് മാറി, ഒരു പ്രശ്നമല്ല മകന്. എന്ത് ചെയ്ത് അയാൾ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ നിന്ന് കയറി ഈ അറിവിന്ദിലാവ് പറഞ്ഞ ഈ ഒരു ഇത് കഴിഞ്ഞ് ഒരു 200 മീറ്റർ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇവിടെയാണ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞത്. അയാളുടെ 500 മീറ്റർ അയാൾ എന്റെ ഇപ്പൊ കയറിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് നമ്മുടെ അടുത്തേക്ക് പല രൂപത്തിലും ആളുകൾ വരും, പല രൂപത്തില്. അത് നമുക്ക് മനസ്സിലാവൂല, അത് പിശാചാണ്, പിശാചിന്റെ ഒരു ചിന്താഗതി നമ്മളെ മനസ്സിലേക്ക് ഇട്ട് വരികയാണെന്നുള്ളത് നമ്മൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമ്മളെ ജീവിതത്തിൽ അപ്പം ഞാനും അതുപോലെ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിച്ചു നോക്കണം, ശരിയാവുമെങ്കിൽ ഒന്ന് പോയി നോക്കിയാലോ. അവിടെ വരുന്ന ആളുകളെ നമ്മൾ നോക്കി, ആംബുലൻസിലൊക്കെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വരും. ആംബുലൻസിൽ ഓർക്ക് നീച്ച് നടക്കാൻ കഴിയാത്ത ആളുകൾ അവിടെ വന്നിട്ട് എന്ത് ചെയ്യും, അവിടെ ഈ ആളുടെ അതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല, കിട്ടിയിട്ട് അവർ പോകും. ഇഷ്ടം പോലെ ആംബുലൻസുകളൊക്കെ മുമ്പിൽ നിർത്തി കാണും. അപ്പോ നമ്മള് ഈ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. അതൊരു പക്ഷെ അള്ളാഹുവിന്റെ പരീക്ഷണമായിരിക്കും. ആ പരീക്ഷണത്തെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ പരീക്ഷണത്തിൽ നിന്ന് വിജയിക്കുന്നവരായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മാറണം. പരാജയപ്പെട്ടു പോയാൽ നമ്മുടെ ഏറ്റവും വലിയ പരാജയമായിരിക്കും എന്നുള്ളതാണ്. നാലാമത്തെ ഒരു വിഷയം കൂടി, 4 പോയിന്റുകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ മൊത്തത്തിൽ പോയിന്റ് എടുത്തത് നരകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഭയപ്പെടണം എന്നുള്ളതാണ്. നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കട്ടിക്കൂട്ടാൻ ശ്രമിക്കുക. നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ നമുക്കൊരു ഫർദ് നമസ്കാരത്തിന് ശേഷം ഒരു 3 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കാൻ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ചെയ്യാം, പറയാൻ കഴിയുന്നുണ്ട്. നമുക്ക് പറയാൻ സമയം ഉണ്ടെങ്കിൽ ആ സമയം നമുക്ക് ഉപയോഗപ്പെടുത്താം. ഒരു സുന്നത്ത് നമസ്കാരം നിസ്കരിക്കാൻ സമയം ഉണ്ട് എങ്കിൽ നമ്മളെ തുലാസിൽ ഇങ്ങനെ കനം തൂക്കുന്ന സമയത്ത്, നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ ഇങ്ങനെ കനം തൂക്കുന്ന സമയത്ത് ഒരേ രൂപത്തിലായാല് അവര് എക്സ്ട്രാ സുന്നത്ത് നമസ്കാരങ്ങളോ സുന്നത്ത് നോമ്പുകളോ അവർ നോറ്റിട്ടുണ്ടോ എന്ന് ചോദിക്കും. നോറ്റിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ എന്നാല് അതവിടെ വെച്ചിട്ട് അവരുടെ ഉള്ളിലേക്ക് കയറ്റി വിടുക എന്ന് അള്ളാഹു പറയുന്ന ഒരു സന്ദർഭമുണ്ട്. ഖുർആനില് ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ്. അത് മനസ്സിലാക്കണം. സുന്നത്തും നമുക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും അതെല്ലാം ചെയ്യാൻ പരമാവധി പരിശ്രമിക്കുക. ആയത്തുകളിൽ നിന്നും ഉൾക്കൊണ്ട 4 പാഠങ്ങൾ അറിവില്ലാത്ത കാര്യത്തിൽ എന്ത് ചെയ്യരുത്, തർക്കിക്കരുത്. 2-മത്തെ വിഷയം അഹങ്കാരം നമ്മൾ എന്ത് ചെയ്യണം, വെടിയണം. 3-മത്തെ വിഷയം ഏത് സാഹചര്യം വന്നാലും തൗഹീദിൽ നിന്ന് എന്ത് ചെയ്യരുത്, വിട്ടുപോകരുത്, ഷിർക്ക് ചെയ്യരുത്. 4-മത്തെ വിഷയം നമ്മൾ നരകം എന്നുള്ള ഒരു ഭയാനകതയെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അറിയണം, മനസ്സിലാക്കണം. അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പരിശ്രമിക്കണം. ഈ ഒരു 4 കാര്യത്തെ കുറിച്ച് ഇതെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഖുർആൻ ഈ ഒരു ഭാഗം ഓതുന്ന സമയത്ത് ഇതാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി ഇനിയും ആവർത്തിച്ച് ഓതുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു സമയത്ത് ഈ ഒരു സാഹചര്യത്തിൽ ഉറങ്ങാനും പല ആളുകൾക്കും ഉറക്കമൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ പിടിച്ചു നിൽക്കുകയാണ്. കാരണം നമ്മള് ആകെ ഒരു വെള്ളിയാഴ്ച ദിവസം ഒഴിവുള്ളത് ആളുകളായിരിക്കും ഇവിടെ വരുന്നത്. അതൊക്കെ പിടിച്ചിങ്ങനെ നിന്ന് ഭക്ഷണം കഴിച്ച് ഉറങ്ങാതെ പറഞ്ഞാൽ അതൊരു സുഖം തന്നെയാണ്. അതൊക്കെ മാറ്റി ഇവിടെ വന്നിരുന്ന് ഈ ഒരു കാര്യം കേൾക്കാൻ നിങ്ങളുടെ സമയം കണ്ടെത്തി എന്നുള്ളത് അള്ളാഹു അതിന് തക്കമായ പ്രതിഫലം നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി തരട്ടെ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവെ, ആഗ്രഹങ്ങളും ആശകളും പ്രതീക്ഷകളും നീ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ റഹ്മാനായ റബ്ബേ, നടത്തി തരണേ റഹ്മാനായ റബ്ബേ.
അതുപോലെ തന്നെ ഷിർക്ക് എന്നുള്ള മഹാപാപത്തിലേക്ക് ഞങ്ങളെ നീ കൊണ്ടുപോകല്ല നാഥ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ വചനം ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് അനുഗ്രഹിക്കണേ റഹ്മാനെ റബ്ബേ. നരകത്തിൽ നിന്നും കാത്തു മോചിപ്പിക്കണേ റഹ്മാനെ. സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആ വിശ്വാസികളിൽ അല്ലാഹുവേ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ റബ്ബേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.